السلام عليكم ورحمة الله أيها الطلاب الأعزاء مرحبا بكم إلى صف جديد. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 7ാം ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാതാ ദർസും ഫി സഫിൽ മാലി. കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഓർക്കുന്നുണ്ടോ നിങ്ങൾ? കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാനത്തെ ടീച്ചർ നിങ്ങൾക്ക് കുറച്ച് കെലിമാത്തു തഹദീബിയ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അതെല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ടാവും എന്നാണ് ടീച്ചർ വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പുതിയൊരു ഭാഗമാണ് എടുക്കാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. പേജ് നമ്പർ 14 ടീച്ചർ എടുക്കാൻ പോകുന്നത്. നഖറഉ വനുജീബു. മുകളിൽ കണ്ടില്ലേ, നഖറഉ നമുക്ക് വായിക്കാം, വനുജീബു എന്നിട്ട് ഉത്തരം നൽകാം എന്നാണ്. അപ്പം അവിടെ ഒരു പത്രവാർത്തയാണ് അല്ലെ, ഒരു പത്ര റിപ്പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. എന്താണ് ആ പത്രത്തിൻ്റെ പേര്? മസ്മുഹാദിൽ ജരീദ അൽ അഖ്ബാറുൽ യൗമിയ. ഇതിൻ്റെ മുകളിൽ കാണുന്നുണ്ടല്ലോ, എന്താണ്? അൽ അഖ്ബാറുൽ യൗമിയ അല്ലേ, അതാണ് ആ പത്രത്തിൻ്റെ പേര് കേട്ടോ. മലയാളത്തിലുള്ള ഒരുപാട് പത്രങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. സാധാരണ നമ്മൾ കാണുന്ന മലയാള മനോരമ, മാതൃഭൂമി, മാധ്യമം, ചന്ദ്രിക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പത്രങ്ങൾ മലയാളത്തിലുണ്ട് അല്ലേ. അതുപോലെ തന്നെ അറബി ഭാഷയിലും അറബിയിലും എന്തുണ്ട്, ഒരുപാട് പത്രങ്ങൾ വ്യത്യസ്ത നാടുകളിൽ നിന്നും ഇറങ്ങുന്നുണ്ട്. നമുക്ക് അവയിൽ ചിലത് പരിചയപ്പെട്ടാലോ? ടീച്ചർ ചില പത്രങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്, നിങ്ങൾ അവയ്ക്കൊന്ന് നോക്കിയിട്ട് അവയുടെ പേരുകളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ഒന്നാമത് നോക്കൂ, അൽ ഇത്തിഹാദാണ് അല്ലേ. പിന്നെ അൽ ഇഖ്തിസാദി, അൽ ഹയാത്ത്, അൽ അദ്, അതുപോലെ തന്നെ അൽ ബയാൻ, അൽ ജസീറ, അൽ അഹ്റാം, അൽ മുസ്തഖ്ബിൽ, അതേപോലെ തന്നെ അൽ ഖുദ്സുൽ അറബി. ചില പത്രങ്ങൾ മാത്രമേ ടീച്ചറിവിടെ കൊടുത്തിട്ടുള്ളൂ. ഇതല്ലാത്ത പത്രങ്ങളൊക്കെ ഒരുപാടുണ്ട്. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് കടക്കാം. നമ്മുടെ പാഠഭാഗത്തിൽ വന്നിട്ടുള്ള പത്രത്തിൻ്റെ പേരെന്താണ്? മസ്മുഹാദിഹിൽ ജരീദ അൽ അഖ്ബാറുൽ യൗമിയ. മത അൽ അഖ്ബാറുൽ യൗമിയ അല്ലേ. ഹുനാക തഖരീറുൽ ജരീദ, ഒരു പത്ര റിപ്പോർട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ആ ഒരു റിപ്പോർട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചില ആക്ടിവിറ്റീസുകളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ആദ്യം നിങ്ങൾ ഈ റിപ്പോർട്ട് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ആക്ടിവിറ്റി കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ടീച്ചർ വായിക്കുന്ന സമയത്ത് നന്നായി ശ്രദ്ധിക്കാം. നമുക്ക് വായിച്ചു നോക്കാം കേട്ടോ. തസ്ലീമു ബൈത്തിൻ ജദീദിൻ എന്നാണ് അല്ലേ. തസ്ലീമു ബൈത്തിൻ ജദീദിൻ, പുതിയ വീടിൻ്റെ കൈമാറ്റം. തസ്ലീമു ബൈത്തിൻ ജദീദിൻ, ബൈത്തിൻ ജദീദ് പുതിയ വീട്, പുതിയ വീടിൻ്റെ കൈമാറ്റം. നിലമ്പൂർ അല്ലേ, എവിടെയാണ്? നിലമ്പൂർ. تم تسليم بيت جديد في قرية كولبارا. أهداء الطلاب لزميلهم انهدم بيته في كارثة طبيعية. قام وزير التربية والتعليم بتسليم البيت والافتتاح الحفلة. ترأس عضو المجلس التشريعي الحفلة، وألقى مدير المقاطعة ورئيسة مجلس القرية كلمات التهاني. رحب ناظر المدرسة بالحاضرين، وقدم حمدان عريف المدرسة كلمات الشكر. എന്താണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് എന്ന് നോക്കാം അല്ലേ. ടീച്ചർ വളരെ വേഗത്തിലാണ് വായിച്ചിട്ടുള്ളത്. സാധാരണ നമ്മൾ വാർത്തയൊക്കെ കേൾക്കുന്ന സമയത്ത് വളരെ വേഗത്തിലല്ലേ വായിക്കാറുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്കതിൻ്റെ അർത്ഥം നോക്കാം. നിലമ്പൂർ എവിടെയാണ്? നിലമ്പൂരിൽ. തമ്മ തസ്ലീമു ബൈത്തിൻ ജദീദിൻ, തമ്മ പൂർത്തിയായി, തമ്മ പൂർത്തിയായി, തസ്ലീമു തസ്ലീമ് കൈമാറ്റം, ബൈത്തിൻ ജദീദിൻ പുതിയ വീടിൻ്റെ കൈമാറ്റം പൂർത്തിയായി. ഫി ഖറിയത്തി കവളപ്പാറ, കവളപ്പാറ ഗ്രാമത്തിൽ, ഖറിയത്ത് ഗ്രാമം, കവളപ്പാറ ഗ്രാമത്തിലെ പുതിയ വീടിൻ്റെ കൈമാറ്റം പൂർത്തിയായി. അഹിദാഹു, അഹിദ എന്ന് പറഞ്ഞാൽ ദാനമായിട്ട് നൽകുക, സമാനമായിട്ട് നൽകുക എന്നൊക്കെയാണ് കേട്ടോ. അഹിദാഹു ആ വീട്, അത് നൽകിയത് അത്തുല്ലാബു, തുല്ലാബ് തോലിബിൻ്റെ ജമാണ്, തുല്ലാബ് വിദ്യാർത്ഥികൾ, ലിസമീലിഹിം അവരുടെ കൂട്ടുകാരൻ. അപ്പോൾ അവരുടെ കൂട്ടുകാരന് വിദ്യാർത്ഥികൾ നൽകിയ ആ വീട് അല്ലേ, അതിൻ്റെ കൈമാറ്റം പൂർത്തിയായി എന്നാണ്. ഇൻഹദമ ബൈത്തുഹു അവൻ്റെ വീട്, ഇൻഹദമ, ഇൻഹദമ നശിച്ചു പോവുക, തകർന്നു പോവുക എന്നൊക്കെയാണ്. ഇൻഹദമ ബൈത്തുഹു അവൻ്റെ വീട് നശിച്ചു പോയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. ഫി കാരിസത്തിൻ തൊബിഅയ്യ പ്രകൃതി ദുരന്തത്തിൽ, കാരിസ ദുരന്തം,
ത്വബീഇയ്യ പ്രകൃതി അല്ലെ, പ്രകൃതി ദുരന്തത്തിൽ വീട് നശിച്ചു പോയിട്ടുള്ളതായ തൻ്റെ കൂട്ടുകാരന് വിദ്യാർത്ഥികൾ നിർമ്മിച്ച ആ വീടിൻ്റെ കൈമാറ്റം പൂർത്തിയായി എന്നാണ്. എവിടെയുള്ളതാണ്? കവളപ്പാറയിലുള്ള അല്ലേ. ഖാമ വസീറു തർബിയ വ തഅലീം ബിതസ്ലീമിൽ ബൈത്തി വ ഇഫ്തിതാഹിൽ ഹഫ്ല. ഖാമ നിർവഹിച്ചു എന്നാണ് കേട്ടോ. ഖാമ വസീറു തർബിയ വ തഅലീം. ആരാണ് വസീറു തർബിയ വ തഅലീം? വിദ്യാഭ്യാസ മന്ത്രി, എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അല്ലേ. വിദ്യാഭ്യാസ മന്ത്രി നിർവഹിച്ചു. എന്ത് നിർവഹിച്ചു? ബിതസ്ലീമിൽ ബൈത്ത്, വീടിൻ്റെ കൈമാറ്റം. ആ വീടിൻ്റെ കൈമാറ്റം നിർവഹിച്ചത് ആരാണ്? വിദ്യാഭ്യാസ മന്ത്രിയാണ്. അതുപോലെ തന്നെ വ ഇഫ്തിതാഹിൽ ഹഫ്ല. ഇഫ്തിതാഹ് ഇനാഗ്രേഷൻ, ഉദ്ഘാടനമാണ് കേട്ടോ. ആ ഒരു പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനവും നിർവഹിച്ചത് ആരാണ്? വിദ്യാഭ്യാസ മന്ത്രിയാണ് എന്നാണ്. തറഅസ അധ്യക്ഷത വഹിക്കുക. അധ്യക്ഷത വഹിച്ചു. ഒലൂവുൽ മജ്ലിസ് തശ്രീഇ എന്ന് പറഞ്ഞാൽ ആരാണ്? MLA ആണ് കേട്ടോ. MLA ഈ പ്രോഗ്രാമിന് അധ്യക്ഷത വഹിച്ചു. അൽ ഹഫ്ല പ്രോഗ്രാമാണ്. വ അൽഖ മുദീറുൽ മുഖാത്തഅ ജില്ലാ കളക്ടറും അതുപോലെ തന്നെ വ റഈസത്തു മജ്ലിസിൽ ഖറിയ, പഞ്ചായത്ത് പ്രസിഡന്റ്. അതാണ് റഈസത്തുൽ മജ്ലിസിൽ ഖറിയ, പഞ്ചായത്ത് പ്രസിഡന്റ്. ഇവിടെ റഈസത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അതൊരു സ്ത്രീ ആയിരിക്കും കേട്ടോ. കലിമാറ്റ് തഹാനി, അൽഖ കലിമാത്തി തഹാനി എന്ന് പറഞ്ഞാൽ ആശംസ അർപ്പിക്കുക എന്നാണ്. കലിമാത്തി തഹാനി എന്ന് പറഞ്ഞാൽ ആശംസാ വാക്കുകളാണ്. അപ്പം ആരൊക്കെയാണ്? ജില്ലാ കളക്ടറും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഈ പ്രോഗ്രാമിന് ആശംസകൾ അറിയിച്ചു. റഹബ നാദിറുൽ മദ്രസ ബിൽ ഹാദിരീൻ. റഹബ സ്വാഗതം ചെയ്തു അഥവാ ഈ പ്രോഗ്രാമിന് സ്വാഗതം അർപ്പിച്ചത് ആരാണ്? നാദിറുൽ മദ്രസ HM ആണ് അല്ലേ, ഹെഡ് മിനിസ്റ്റർ. ബിൽ ഹാദിരീന പ്രോഗ്രാമിൽ പ്രസൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക്. ഹാദിരീന എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഗ്രാമിൽ പങ്കെടുത്ത ആളുകളെ HM എന്ത് ചെയ്തു? പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തു എന്നാണ് അല്ലേ. വഖദ്ദമ ഹംദാൻ അരീഫുൽ മദ്രസ കലിമാത്ത് ശുക്ർ. അതുപോലെ തന്നെ പ്രോഗ്രാമിന് നന്ദി അർപ്പിച്ചത് ആരാണ്? വഖദ്ദമ ഹംദാൻ അരീഫുൽ മദ്രസ സ്കൂൾ ലീഡറാണ്. സ്കൂൾ ലീഡറായിട്ടുള്ള ഹംദാന് കലിമാത്ത് ശുക്ർ നന്ദി അർപ്പിക്കുക അല്ലേ, നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു എന്നാണ്. അപ്പോൾ ഇതാണ് അവിടെ കൊടുത്തിട്ടുള്ളതായ ഒരു പത്ര റിപ്പോർട്ട്. ഇനി അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ചോദ്യങ്ങളൊന്ന് വായിച്ചു നോക്കാം. അതിൻ്റെ ഉത്തരം നിങ്ങൾ എവിടെ നിന്ന് കണ്ടെത്തണം? ഈ റിപ്പോർട്ട് വായിച്ചിട്ട് അതിൽ നിന്ന് കണ്ടെത്തുകയാണ് വേണ്ടത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഐന ജറ ബർനാമജ് തസ്ലീമുൽ ബൈത്ത്. എവിടെയാണ് വീടിൻ്റെ കൈമാറ്റം നടത്തിയ ഈ പ്രോഗ്രാം നടന്നത് എന്നാണ്. എവിടെയായിരുന്നു? നിലമ്പൂർ അല്ലേ, നിലമ്പൂരിലാണ് നടന്നത്. പിന്നെ മൻ അഹ്ദ അൽ ബൈത്ത്. ആരാണ് ഈ വീട് സംഭാവന നൽകിയത് എന്നാണ്. അഹ്ദ എന്ന് പറഞ്ഞാൽ ദാനമായിട്ട് നൽകുക അല്ലെ, സമ്മാനമായിട്ട് നൽകുക, സംഭാവനയായിട്ട് നൽകുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ആരാണ് നൽകിയത്? ആരായിരുന്നു? അത്തുല്ലാബ് അല്ലെ, വിദ്യാർത്ഥികളാണ്. ആർക്കാണ്? ലി ജമീലിഹിം. അപ്പം അഹ്ദ ഉത്തുല്ലാബു ലി ജമീലിഹിം. അതുപോലെ തന്നെ മൂന്നാമത്തെ ചോദ്യം കൈഫ ഇൻഹദമൽ ബൈത്ത് എന്നാണ് അല്ലേ. എങ്ങനെയാണ് ആ വീട് നശിച്ചു പോയത്, വീട് തകർന്നു പോയത് എങ്ങനെയാണ് എന്നാണ്. എങ്ങനെയായിരുന്നു? ഇൻഹദമൽ ബൈത്തു ഫീ കാരിസത്തി ത്വബീഇയ്യ. പ്രകൃതി ദുരന്തത്തിലാണ് അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം? ഫീ കാരിസത്തി ത്വബീഇയ്യ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൻ ഖാമ ബി തസ്ലീമിൽ ബൈത്ത്. ആരാണ് വീടിൻ്റെ കൈമാറ്റം നിർവഹിച്ചത് എന്നാണ്. ആരാണ് വീടിൻ്റെ കൈമാറ്റം നിർവഹിച്ചത്? ആരായിരുന്നു? ഖാമ വസീറു തർബിയ വ തഅലീം അല്ലേ. ഖാമ വസീറു തർബിയ വ തഅലീം. ആരാണ്? വിദ്യാഭ്യാസ മന്ത്രിയാണ് ആ വീടിൻ്റെ കൈമാറ്റം നിർവഹിച്ചത്. അടുത്ത പേജിലായിട്ട് നിങ്ങൾക്കൊരു ആക്ടിവിറ്റി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആ ഒരു വാർത്തയെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം? ഒരു പ്രോഗ്രാം നോട്ടീസ് തയ്യാറാക്കാനുണ്ടെന്ന് പറഞ്ഞു. അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നുറാജിഉൽ ജരീദ. നമുക്ക് ആ ഒരു പത്രവാർത്തയിലേക്ക് തന്നെ മടങ്ങാം. വനുഇദു എന്നിട്ട് നമുക്ക് തയ്യാറാക്കാം ബർനാമജ് തസ്ലീം. ആ ഒരു പ്രോഗ്രാമിൻ്റെ പ്രോഗ്രാം നോട്ടീസ് തയ്യാറാക്കാം എന്നാണ്. നമുക്കറിയാം, ഒരു പ്രോഗ്രാം ഉണ്ടാകുന്ന സമയത്ത് അതിനൊരു പ്രോഗ്രാം നോട്ടീസ് ഉണ്ടാവില്ലേ. ആരാണ് സ്വാഗതം നിർവഹിക്കുന്നത്, ആരാണ് അധ്യക്ഷത വഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോഗ്രാം നോട്ടീസ് സാധാരണ നമുക്ക് നൽകാറുണ്ടല്ലോ. അപ്പം അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്രോഗ്രാം നോട്ടീസ് തയ്യാറാക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഹഫ്ലത്തു തസ്ലീമിൽ ബൈത്ത് അല്ലേ, വീടിൻ്റെ കൈമാറ്റ പ്രോഗ്രാം.
അതാണ് ഹഫ്ലത്ത് തസ്ലീമുൽ ബൈത്ത്, വീട് കൈമാറ്റ പരിപാടി അല്ലേ. നോക്കൂ, അൽ ബർനാമിജ് ഇതിലെ പ്രോഗ്രാമുകൾ. ഒന്നാമത്തേത് തർഹീബാണ്, അതായത് ആരാണ് ഈ പ്രോഗ്രാമിന് സ്വാഗതം നിർവഹിക്കുന്നത് എന്നാണ്. അതുപോലെ തന്നെ അൽ റിയാസ, അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്. അൽ ഇഫ്തിതാഹ്, അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ആരാണ്. അത്തഹാനി, ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ആരൊക്കെയാണ്. അശുക്ർ, നന്ദി രേഖപ്പെടുത്തുന്നത് ആരാണ്. ഇതെല്ലാമാണ് നമ്മളവിടെ എഴുതേണ്ടത്. നിങ്ങളൊരു വാർത്ത വായിച്ചുകൊണ്ട് അത് എഴുതുകയാണ് വേണ്ടത്. അത് നിങ്ങളൊന്ന് സ്വയം എഴുതി നോക്കുക. എന്നിട്ട് ടീച്ചർ എഴുതിയതും നിങ്ങൾ എഴുതിയതും ഒന്ന് മാച്ച് ചെയ്ത് നോക്കുക. തെറ്റ് വന്ന് പോയിട്ടുണ്ടെങ്കിൽ ശരിയാക്കുകയും ചെയ്യാം കേട്ടോ. നമുക്കതിൻ്റെ ഉത്തരം നോക്കാം. അത്തർഹീബ് ആരാണ് സ്വാഗതം നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്. നാദിറുൽ മദ്രസയാണ് അല്ലേ, എച്ച് എം ആയിരുന്നു, സ്കൂളിൻ്റെ എച്ച് എം ആയിരുന്നു. റിയാസ, അധ്യക്ഷത വഹിച്ചിട്ടുണ്ടായിരുന്നത് MLA ആയിരുന്നു അല്ലേ, ഒലൂബുൽ മജ്ലിസ് തശ്രീഇയാണ്. അതുപോലെ തന്നെ ഇഫ്തിതാഹ്, അതിൻ്റെ ഇനോഗ്രേഷൻ നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്, ഉദ്ഘാടനം നിർവഹിച്ചിട്ടുണ്ടായിരുന്ന ആരായിരുന്നു. വസീറു തർബിയ വ തഅലീം, വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. അത്തഹാനി, ആശംസ അർപ്പിച്ചിട്ടുണ്ടായിരുന്ന ആരൊക്കെയായിരുന്നു. 2 പേരുണ്ടായിരുന്നു അല്ലേ, മുദീറുൽ മുഖാത്തോ, അതുപോലെ തന്നെ റഈസത്തുൽ മജ്ലിസുൽ ഖറിയ, ജില്ലാ കളക്ടറും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡൻറ്റും. അതിൽ അശുക്ർ, നന്ദിയും കൂടെ ഉണ്ട് അല്ലേ. നന്ദി ആരായിരുന്നു നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്. അരീഫുൽ മദ്രസ, സ്കൂൾ ലീഡറായിരുന്നു. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ പ്രോഗ്രാം നോട്ടീസ് വരുന്നത്. ഇനി അതിൻ്റെ താഴെ ആയിക്കൊണ്ട് നഖ്റഉ വനഫ്ഹമു, നിങ്ങൾ കണ്ടില്ലേ, നഖ്റഉ വനഫ്ഹമു, നമുക്ക് വായിച്ച് മനസ്സിലാക്കാമെന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അൽ വഖാഇഉൽ മിസ്രിയ്യ, എന്താണ് അൽ വഖാഇഉൽ മിസ്രിയ്യ, താഴെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കേട്ടോ. അൽ വഖാഇഉൽ മിസ്രിയ്യ ഹിയ അവ്വൽ സ്വഹീഫ അറബിയ, ആദ്യത്തെ അറബി പത്രമാണ് ഏത്. അൽ വഖാഇഉൽ മിസ്രിയ്യ എന്ന് പറയുന്നത്. ഏതാണ് അൽ വഖാഇഉൽ മിസ്രിയ്യ. അപ്പോൾ ആദ്യത്തെ അറബി പത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്. അൽ വഖാഇഉൽ മിസ്രിയ്യ. നുഷിറത്ത് സന 1828 മീലാദിയ മിനൽ ഖാഹിറ, കെയ്റോയിൽ നിന്ന് അല്ലെ, ഈജിപ്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള കെയ്റോയിൽ നിന്ന് 1828 പ്രസിദ്ധീകരിച്ച പത്രമാണ് ഏത്. അൽ വഖാഇഉൽ മിസ്രിയ്യ എന്ന് പറയുന്നത്. നുഷിറത്ത്, നുഷിറ എന്ന് പറഞ്ഞാൽ പബ്ലിഷ് ചെയ്യുക, പ്രസിദ്ധീകരിക്കുക. സന 1828 അല്ലെ, 1828 ആ പത്രം പ്രസിദ്ധീകരിക്കുന്നത്. എവിടെ നിന്നാണ്. മിനൽ ഖാഹിറ, കെയ്റോയിൽ നിന്ന്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഫിൽ മസാഇ വസല ഹംദാൻ ഇലൽ ബൈത്തി മസ്റൂറൻ കാനത്ത് ഉമ്മുഹു ജാലിസതൻ ഫി വാജിഹത്തിൽ ബൈത്തി ഫദാറ ബൈനഹുമാ ഹിവാറുൻ. ഫിൽ മസാഇ, അങ്ങനെ വൈകുന്നേരം. വസല ഹംദാൻ, ഹംദാൻ എത്തി. ഇലൽ ബൈത്തി, അവൻ്റെ വീട്ടിലേക്ക്. മസ്റൂറൻ, സന്തോഷത്തോട് കൂടിയിട്ട് എത്തി അല്ലേ, മസ്റൂറൻ, സന്തോഷവാനായിക്കൊണ്ട്. കാനത്ത് ഉമ്മുഹു, അവൻ്റെ ഉമ്മയായിരുന്നു. ജാലിസതൻ, ഇരിക്കുന്നുണ്ടായിരുന്നു. ഫി വാജിഹത്തിൽ ബൈറ്റ്, വീടിൻ്റെ മുന്നിൽ, വീടിൻ്റെ മുൻപിലെ ഉമ്മ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫദാറ ബൈനഹുമാ ഹിവാറുൻ, അവർക്കിടയിലൊരു സംഭാഷണം നടന്നു എന്നാണ്. നുക്മിനൽ ഹിവാറ ബിമുസാഅദത്തിൽ കലിമാത്ത് ഫിൽ ഖാന. അപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു ബോക്സിലുള്ള പദങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം. ആ ഒരു കോൺവെർസേഷൻ, ആ ഒരു സംഭാഷണം പൂർത്തിയാക്കുകയാണ് വേണ്ടത്. നുക്മിനൽ ഹിവാറ, നമുക്ക് ആ ഒരു സംഭാഷണം പൂർത്തിയാക്കാം. ബിമുസാഅദത്തി, മുസാഅദത്ത് സഹായത്തോട് കൂടിയിട്ട്. അൽ കലിമാത്തി, പദങ്ങളുടെ. ഫിൽ ഖാന, അവിടെ ആ ഒരു ബോക്സിൽ കൊടുത്തിട്ടുള്ള എന്നാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഹംദാനും ഉമ്മയും തമ്മിൽ നടന്നിട്ടുണ്ടായിരുന്ന സംഭാഷണം എന്നറിയണമെങ്കിൽ നമുക്കത് വായിച്ചു നോക്കണം അല്ലേ. അപ്പം നോക്കിയാലോ. ഇത് നമുക്ക് ഇവിടെ ബോക്സിൽ കൊടുത്തിട്ടുള്ള പദങ്ങൾ വായിക്കാം. ഫി തമാമി സഅത്തി റാബിഅ, അതായത് കൃത്യം 4 മണിക്ക് അല്ലേ. അൽഖൈതു കലിമത്ത് ശുക്ർ, ഞാൻ എന്ത് ചെയ്തു. അൽഖൈതു, ഞാൻ നന്ദി പറഞ്ഞു എന്നാണ്. ആരാണ് ഹംദാൻ. ഹംദാൻ നമുക്കറിയാം അരീഫുൽ മദ്രസയാണ് അല്ലേ, സ്കൂൾ ലീഡറാണ് ഹംദാൻ. അൽഖൈതു കലിമത്ത് ശുക്ർ, നമ്മൾ ആ ഒരു റിപ്പോർട്ട് വായിച്ചപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരായിരുന്നു നന്ദി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അരീഫുൽ മദ്രസയായിരുന്നു അല്ലേ. കൈഫ കാനൽ ബർനാമിജ്, ആ ഒരു പ്രോഗ്രാം എങ്ങനെയുണ്ടായിരുന്നു എന്നാണ്.
ഇനി നമുക്ക് ആ സംഭാഷണം നോക്കാം. അതിൽ ഉമ്മ പറയുന്നത് എന്താണ്? വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള എന്നാണ്. അപ്പം നമുക്കറിയാം ഹംദാൻ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഉമ്മയെ കണ്ട സമയത്ത് സലാം പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ? അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. വീണ്ടും ഹംദാൻ പറയുന്ന മറുപടി എന്താണ്? ജയ്യിദുൻ ജിദ്ദൻ എന്നാണ്, വളരെ നന്നായിരുന്നു എന്നാ. അങ്ങനെയെങ്കിൽ ഉമ്മ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? എന്തായിരിക്കും? കൈഫ കാനൽ ബർനാമിജ് അല്ലേ, പ്രോഗ്രാം എങ്ങനെയുണ്ടായിരുന്നു? എന്താണ്? കൈഫ കാനൽ ബർനാമിജ്, പ്രോഗ്രാം എങ്ങനെയുണ്ടായിരുന്നു? അപ്പോഴായിരിക്കും ഹംദാൻ എന്ത് മറുപടി പറഞ്ഞിട്ടുണ്ടായിരിക്കുക? ജയ്യിദുൻ ജിദ്ദൻ, വളരെ നന്നായിരുന്നു. ഇനി ഹംദാൻ അവിടെ എന്തോ ഒരു സെൻറ്റൻസും കൂടെ പറയുന്നുണ്ട് അല്ലേ? അപ്പം അതിന് മറുപടി ആയിട്ട് ഉമ്മ എന്താ പറയുന്നത്? മാഷാ അല്ലാ, അൻത മുംതാസ്. അൻത മുംതാസ് എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? യു ആർ എക്സലൻറ്റ്, നീ എന്താണ്? എക്സലൻ്റ് ആണ് എന്നാണ് അല്ലേ? അപ്പോൾ എന്തായിരിക്കും അവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം? നമ്മൾ മുകളിൽ വായിച്ചല്ലോ, എന്തായിരിക്കും? അൽഖൈതു കെലിമത്ത ശുക്ർ. എന്തായിരിക്കും? അൽഖൈതു കെലിമത്ത ശുക്ർ, ഞാനാണ് എന്ത് ചെയ്തത്? നന്ദി പറഞ്ഞത് അല്ലേ? ഞാൻ നന്ദി പറഞ്ഞു എന്നായിരിക്കും. അപ്പോഴാണ് ഉമ്മ പറയുന്നത് എന്ത്? മാഷാ അല്ലാ അൻത മുംതാസ്. എന്നിട്ട് വീണ്ടും ഉമ്മ ചോദിക്കുകയാണ്, മത്താ വസലൽ വസീർ, എപ്പോഴാണ് മന്ത്രി വന്നത് അല്ലേ? മത്താ വസല, എപ്പോഴാണ് എത്തിയത്? അൽ വസീർ, മന്ത്രി. എന്തായിരിക്കും ഹംദാൻ പറയുന്ന മറുപടി? മുകളിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഫീ തമാമി സാഅത്തി റാബിഅ, കൃത്യം 4 മണിക്ക് അല്ലേ? ഫീ തമാമി സാഅത്തി റാബിഅ. വീണ്ടും ഉമ്മ ചോദിക്കുകയാണ് അല്ലേ, മൻ ഷാറക ഫിൽ ബർനാമജ് സിവാഹു, ആരൊക്കെയാണ് അദ്ദേഹത്തെ കൂടാതെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തത്? മൻ ഷാറക, ആരാണ് പങ്കെടുത്തത്? ഫിൽ ബർനാമജി, പ്രോഗ്രാമിൽ, സിവാഹു, അദ്ദേഹത്തെ കൂടാതെ, അഥവാ മന്ത്രിയെ കൂടാതെ വേറെ ആരൊക്കെയാണ് പങ്കെടുത്തത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ ഹംദാൻ പറയുന്ന മറുപടി? വീണ്ടും ഉമ്മ എന്തോ ചോദിക്കുന്നുണ്ട്, ഹംദാൻ തിരിച്ച് മറുപടിയും പറയുന്നുണ്ട് അല്ലേ? ആ ഭാഗമാണ് ഇനി നിങ്ങൾ എഴുതേണ്ടത്. ഒന്ന് എഴുതി നോക്കാം അല്ലേ? മൻ ഷാറക ഫിൽ ബർനാമജ് സിവാഹു എന്നാണ് അല്ലേ? ആരൊക്കെയായിരുന്നു അദ്ദേഹത്തിന് പുറമെ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് എന്നാണ് ഉമ്മ ചോദിക്കുന്നത്. ആരൊക്കെയായിരുന്നു? ഒന്ന് ഒലൂവുൽ മജ്ലിസ് തശ്രീഇ അല്ലേ? ആരാണ്? MLA ഉണ്ടായിരുന്നു. പിന്നെ മുദീറുൽ മുഖാത്തോ, ജില്ലാ കളക്ടർ ഉണ്ടായിരുന്നു. റഈസത്തുൽ മജ്ലിസുൽ ഖറിയ, അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഉണ്ടായിരുന്നു അല്ലേ? പിന്നീട് ഉമ്മ എന്തായിരിക്കും പറയുന്നത്? ജസാക്കുമുള്ള, അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ. അമലുക്കും അമലുൻ ജയ്യിദൻ, നിങ്ങളുടെ പ്രവർത്തനം എന്താണ്? വളരെ നല്ല പ്രവർത്തനമാണ്, നിങ്ങൾ ചെയ്ത കാര്യം വളരെ നല്ല കാര്യമാണ്. അപ്പോൾ എന്തായിരിക്കും ഹംദാൻ മറുപടി പറഞ്ഞിട്ടുണ്ടായിരിക്കുക? ആമീൻ വയ്യാഖ് അല്ലേ? എന്താണ്? പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകട്ടെ, നിങ്ങൾക്കും അള്ളാഹു പ്രതിഫലം നൽകട്ടെ എന്നാണ്. ജസാക്ക് അല്ലാ എന്ന് ഒരാൾ നമ്മളോട് പറഞ്ഞാൽ തിരിച്ച് നമ്മൾ എന്താ പറയേണ്ടത്? ആമീൻ വയ്യാഖ് അല്ലേ? എന്നിട്ട് ശുക്രൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സംഭാഷണം അവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ശുക്രൻ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മാസലാമ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കെന്ത് ചെയ്യാം? ആ ഒരു സംഭാഷണം അവിടെ അവസാനിപ്പിക്കാം. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ടീച്ചറോട് അവസാനിപ്പിക്കുകയാണ്. ഇന്നെടുത്ത ഭാഗത്ത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിക്കുക. ഇൻഷാ അല്ലാ ഞാനതിന് മറുപടി തരുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യാൻ മറന്നേക്കരുതേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.